ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സെൽഫ് ഡിസൈൻ, ഇങ്ങനെ തന്നെ സെൽഫ് ഡിസൈൻ ഉള്ള ഒരു സാരിയാണിത്. അപ്പോൾ അതിന് നമുക്കൊരു ഡിസൈനർ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമുക്ക് ബോർഡറിലും എവിടെ വേണമെങ്കിലും ഈ ഒരു ഡിസൈനിൽ നമുക്ക് കൊടുക്കാം. ഏത് പ്രിൻ്റുള്ള ഡിസൈൻ ആണെങ്കിലും നമുക്ക് അതിനായിട്ട് ഒരു ഫ്ലവർ ഷേപ്പിലോ അല്ലെങ്കിൽ വേറെ എന്ത് പ്രിൻ്റുള്ള ഡിസൈനായിട്ടും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനർ ലുക്ക് നമുക്ക് ആ സാരിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് അതുപോലെ സാരിയുടെ ഞാനിപ്പോൾ ഒരു ബോർഡറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റം ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഫ്രെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സാറ്റിൻ റിബൺ കൊണ്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഡിസൈൻ തന്നെയാണ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു സാറ്റിൻ റിബൺ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇത് ചെസ്റ്റ് പോർഷനിൽ അല്ലെങ്കിൽ കുറച്ച് ബോർഡറിൽ അങ്ങനെയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ കുറച്ച് ഭാഗത്തായിട്ട് ഇതുപോലെ ലൈനായിട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് നല്ലൊരു ഡിസൈനിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സാറ്റിൻ റിബൺ, ഇതിപ്പോൾ ഞാൻ കുറച്ച് വീതി കുറഞ്ഞ സാറ്റിൻ റിബൺ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ഒരെൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ഇതുപോലെ ചെയ്യാം. സാധാരണ എംബ്രോയ്ഡറി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരെണ്ണം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലെ സൂചി മുകളിലേക്ക് എടുത്തു. എന്നിട്ട് ചെയ്യുന്നത് ഇതുപോലെ പിടിച്ച് ആദ്യം നമ്മൾ മിഡിലായിട്ട് ഈ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് തന്നെ മിഡിലായിട്ട് ഇതുപോലെ ഞാനൊന്ന് കുത്തി ഇറക്കുക ചെയ്യുന്നത്. അവിടെ ഒരെണ്ണം കുത്തി ഇറക്കിയിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡിലായിട്ടും ചെയ്യണം. ഇനി നമ്മൾ ഇത്രയും ലെങ്ത് ഇല്ലാതെ കുറച്ചുകൂടെ ലെങ്ത് കുറഞ്ഞ രീതിയിൽ അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തൊട്ടിപ്പുറത്തും ചെയ്യാം. ഇപ്പോൾ ഞാനൊരു 4 എണ്ണത്തിനകത്ത് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ 2-3 എണ്ണം കൂടെ ചെയ്യാം. അത് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട്, ഇപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത് കൂടിയതിൻ്റെയും മിഡിലായിട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ട് വരുന്ന രീതിയിൽ കുത്തിയാക്കാം. അടുത്ത ഒരെണ്ണം കൂടി ചെയ്യാം അതുപോലെ. ഇതുപോലെ ഇപ്പുറത്ത് ഇവിടെ ഒരെണ്ണം കൂടി കൊടുക്കാം. ഇതുപോലെ അടുത്ത ഒരെണ്ണം കൂടി കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇത് നമുക്കൊന്ന് നോട്ടിട്ട് സെക്യൂർ ചെയ്യാം.
ഇനി നമുക്ക് ഇതുപോലെ ഫെദർ സ്റ്റിച്ച് കൊടുത്ത് ഇതിന് കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എംബ്രോയ്ഡറി ത്രെഡ് തന്നെ എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് റാൻഡമായിട്ട് കൊടുത്തു പോയാൽ മതി, സ്പേസ് കിട്ടുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പേൾസും ഈ ഫ്ലവറിന് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഡിസൈനിലുള്ള പാറ്റേൺസ് ആരും ഉണ്ടാകണ്ട. അല്ലാതെ വേറെ എന്ത് പാറ്റേൺ ആണെങ്കിലും ഇതുപോലെ നമുക്ക് സാറ്റിൻ റിബൺ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. ഇതുപോലെ നമുക്ക് അതും കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പേൾസ് നമുക്ക് എങ്ങനെ വെക്കുന്നതെന്നും കൂടെ നോക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലുള്ള ഹാഫ് പേൾസ് ഇതുപോലെ ഒട്ടിക്കുന്ന ടൈപ്പാണുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഈ ഫ്ലവറിന് ഒരു എൻഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ അല്ല ഫുൾ ബീഡ് ആണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഇരുന്നോളും. അതല്ല വേറെ സ്റ്റോൺസ് ആണെങ്കിൽ അതും വെച്ച് കൊടുക്കാം. എന്താണെങ്കിലും ഇതിന് കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം ബീഡ്സ് വർക്കും കൂടെ ഇതിനോടൊപ്പം ചെയ്യാം. ഇതുപോലുള്ള കുറച്ച് 2 ബീഡ്സും കൂടെ ഞാനിവിടെ കൊടുക്കാൻ പോവുക ചെയ്യുന്നത്. അപ്പോൾ കാണാനൊരു നല്ല ഭംഗിയായിരിക്കും. അത് സാധാരണ നീഡിൽ തന്നെ യൂസ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ആ വള്ളികൾ പോലുള്ളതുണ്ടല്ലോ ഫെദർ സ്റ്റിച്ച് കൊടുത്തേ, അവിടെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തു പോയാൽ മതി. ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുത്ത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.